ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മാൽദീവ്സിലുള്ള ഹുൾമാലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ബീച്ച് കാണാൻ പോയതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബസ്സിനാണ് കേട്ടോ ട്രാവൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഏകദേശം ഹുൾമാലിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഹുൾമാലിയിൽ എത്തിയതിൻ്റെ പുറകിലാണ് ഒരു വലിയ സ്റ്റോറി ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ റുഫിയ MVR ആണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബസ്സിൽ ട്രാവൽ ചെയ്ത സമയത്ത് നമുക്കവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സിൽ നമ്മൾ ആ ക്യാഷ് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ട്രാവൽ ചെയ്ത സമയത്താണ് നമുക്ക് മനസ്സിലായത്. നമ്മളപ്പോൾ അവിടെ നിന്ന് ഒരാളോട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് R2 ബസ്സിൽ കയറിയാൽ മതി. നമ്മൾ ബസ് വന്നു കയറി. അപ്പോൾ നമ്മൾ ക്യാഷ് ഇടാൻ നേരത്താണ് അതിനകത്ത് ക്യാഷ് ഇട്ടു അലൗഡ് അല്ല എന്ന് നമ്മൾ അറിയണത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവർ ആ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ആ ചേട്ടനോട് തന്നെ ചോദിച്ചു, ചേട്ടാ അപ്പം നമുക്ക് ഇതിങ്ങനെയാണ്, നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടേ ഉള്ളൂ എന്ന്. അപ്പോൾ ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ആൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടിക്കറ്റ് ത്രൂ നമ്മൾ ബസ്സിലൊക്കെ കയറി ട്രാവൽ ചെയ്തു. ആളൊരു നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ആളുടെ പുറകെ നമ്മൾ ക്യാഷ് കൊടുക്കാൻ ചെന്നപ്പോൾ ആൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോലും മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹുൾമാലിയിലെത്തി. നല്ല അടിപൊളി ബീച്ചായിരുന്നു. ഇവിടെ ബീച്ച് ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര സേഫാണ്. അതുപോലെ ഇവിടെ സ്വിമ്മിങ്ങിൻ്റെ ഒരു ലേണിംഗ് ക്ലാസ്സൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വർക്കലയൊക്കെ പോലെ അടിപൊളി ഒരു ലൊക്കേഷനായിരുന്നു കേട്ടോ ഇത്. നല്ല വൈകുന്നേരമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമായിരുന്നു. അതുപോലെ നമ്മൾ തിരിച്ചും പോരുവാണ് കേട്ടോ. തിരിച്ചു പോന്നപ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ ഒരു ബംഗ്ലാദേശി ചേട്ടനാട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. നമുക്കിതുപോലെ ബസ്സിൽ ടിക്കറ്റ് എടുക്കാനൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് മാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. താങ്ക്